കോൺഗ്രസ് സംസ്ഥാനത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആ പണം ഉപയോഗിക്കുകയുമാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പ്രധാനമന്ത്രി നൽകണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയുന്ന പക്ഷം താൻ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിരമിക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നവംബർ 20-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സിദ്ധരാമയ്യ. പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തീർത്തും നുണയാണെന്ന് സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. സ്വന്തം പ്രസ്താവന തെളിയിക്കാനുള്ള ചങ്കുറ്റം മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഉറപ്പുകൾ നൽകുന്നത് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ സമാനമായ വാഗ്ദാനങ്ങളല്ലേ മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നോട്ട് വച്ചതെന്ന് സിദ്ധരാമയ്യ ചോദിച്ചു. സമ്പന്ന വിഭാഗക്കാരുടെ 16 ലക്ഷം കോടി രൂപയുടെ വായ്പ BJP സർക്കാർ എഴുതിത്തള്ളി. അതേസമയം കർഷകരുടെ വായ്പയിൽ 1 രൂപ പോലും ഒഴിവാക്കി നൽകിയില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. BJP നേതാക്കളും മന്ത്രിമാരും കർണാടക സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കട്ടെ എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും മറിച്ചാണെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയാൻ BJP തയ്യാറാകുമോ എന്നും സിദ്ധരാമയ്യ ചോദിച്ചു. കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളെ കുറിച്ച് സിദ്ധരാമയ്യ വിശദീകരിച്ചു. മോദി സർക്കാരിന്റെ പക്ഷാപാതപരമായ ഭരണരീതിയുടെ ഇരകളാണ് കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ജനത. മഹാവികാസ് അഘാഡി ഭരണത്തിലെത്തുന്ന പക്ഷം ക്ഷേമ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.